വേൾഡ് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും റിച്ചായ വ്യക്തി നമ്മൾ കരുതുന്ന പോലെ എലോൺ മസ്കോ അല്ലെങ്കിൽ ജെഫ് ബസോസ് ഒന്നും തന്നെ ആയിരുന്നില്ല. അത് 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മൻസ മൂസ എന്ന പേരുള്ള ഒരു ചക്രവർത്തിയായിരുന്നു. അത് വെസ്റ്റ് ആഫ്രിക്കയിലെ മാലി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ 10ാമത്തെ ചക്രവർത്തിയായിരുന്നു. ഒരു മൾട്ടി ട്രില്യണെ തന്നെയായിരുന്ന മൻസ മൂസയുടെ ആസ്തിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? അതിസമ്പന്നമായ മാലി എന്ന രാജ്യത്തിന് എന്ത് പറ്റി? ഇന്ന് പട്ടിണി കാരണം ബുദ്ധിമുട്ടുന്ന മാലി എന്ന രാജ്യം അന്നത്തെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു. സ്വർണത്തിനും ഉപ്പിനും പ്രധാന മൂല്യമുള്ള അന്ന് കാലത്ത് ഭൂമിയിൽ ഏകദേശം പകുതിയോളം സ്വർണവും ഈ മൻസ മൂസയുടെ പക്കലായിരുന്നു. അദ്ദേഹം ഹജ്ജിന് പോകുന്ന സംഭവം പറയപ്പെടാറുണ്ട്. വലിയൊരു ജനാവലിയോട് കൂടി പുണ്യ തീർത്ഥാടനത്തിന് പുറപ്പെട്ട അദ്ദേഹം തൻ്റെ കൂടെ ഏകദേശം 21,000 കിലോ സ്വർണവും അത് ചുമക്കാനായി 12,000-ഓളം വരുന്ന അടിമകളെയും കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴികളിലെല്ലാം പാവപ്പെട്ടവർക്കും അനാഥർക്കും സ്വർണ്ണ നാണയങ്ങൾ ദാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കുന്നുണ്ട്. എന്നാൽ സമ്പന്നമായ മാലി എന്ന രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം ഇതൊന്നുമായിരുന്നില്ല. 14 മുതൽ 17-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ പോർച്ചുഗീസും സ്പെയിനും പോലെയുള്ള യൂറോപ്യൻ അധിനിവേശ ശക്തികളുടെ ചൂഷണങ്ങളും ചൂതാട്ടങ്ങളും തന്നെയായിരുന്നു മാലി എന്ന രാജ്യത്തെ ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ പ്രധാന പങ്ക് വഹിച്ചത്.